അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്താണ് കറണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് കറണ്ട് ഫ്ലോ. അതിന് മുമ്പ് നമുക്ക് നോക്കാം എന്താണ് ചാർജ് എന്ന് പറയുന്നത്. എന്താണ് ബേസിക്കലി ചാർജ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ വസ്തുക്കളും, ഒരു മാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വസ്തു വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള മാറ്റേഴ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ എഫക്റ്റീവ് ചാർജ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണെങ്കിൽ പോലും അതിന്റെ നമുക്ക് പറയാൻ സാധിക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടുകളും കാണും, പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടുകളും കാണും. സോ മാറ്റർ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാധനത്തിനാണ് നമ്മൾ ഒരു എന്താണ് അതിന്റെ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ചാർജ് എന്ന് വിളിക്കുന്നത്. ഒരു മാറ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വസ്തുവിന്റെ പ്രോപ്പർട്ടി, അതാണ് ബേസിക്കലി ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മേ ബി നെഗറ്റീവ് ഓർ ദാറ്റ് മേ ബി പോസിറ്റീവ്. The charge which giving negative charge, we will call it as electron, and the matter, the thing that gives positive charge, we will call it as proton, right? Okay. അപ്പൊ ഈ ചാർജിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള വസ്തുവാണ് നമ്മുടെ എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ എല്ലാ കാര്യവും വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാർജ് തന്നെ, ഈ ഇലക്ട്രോണിന്റെ ചാർജിനെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കുളം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളൊരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ചാർജിനെ ഡിനോട്ട് ചെയ്യുന്ന വെച്ചാൽ, അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന വെച്ചാൽ, കുളം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചാർജ് എന്ന് പറയുന്ന ആ വസ്തുവിനെ നമ്മൾ അളക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കുളമ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കുളമ്പ് എന്ന് പറയുന്നത്? ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഓക്കെ, ഇവിടെ 1 കുളമ്പ് എന്ന് പറയുന്നത് എന്താണ്? 6.24 ബില്യൺ ചാർജസ് ചേരുമ്പോഴാണ് നമ്മൾ 1 കുളം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ 6.24 into 10⁻18 ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് 1 കുളം ചാർജ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു വാല്യൂ ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കാം ഈ ഒരു വാല്യൂ ഒക്കെ, അല്ലെ? സോ 6.24 into 10⁻18 ചാർജ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് ഒരു 1 കുളം ചാർജ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്. ഇപ്പൊ 1 2 3 4 കണ്ടക്ടേഴ്സ് ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു റീജിയൻ ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയ റീജിയനിൽ കൂടി 1 കുളം ചാർജ് ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി ഒരു സെക്കൻഡിൽ 1 കുളം ചാർജ്, ദാറ്റ് മീൻസ് 6.24 into 10⁻18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ആ ഒരു പോർഷനിൽ കൂടി 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഒരു സെക്കൻഡിൽ കൂടി ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി 1 കുളം ചാർജ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഒരു കറണ്ട്. നമ്മൾ എന്താണ് പറയുക, ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഒരിക്കലും നമ്മുടെ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് പോവുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു എന്താണ് അപ്പം ബേസിക്കലി കറണ്ട് എന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത് ഒരു റീജിയനിൽ കൂടി, ഒരു യൂണിറ്റ് റീജിയനിൽ കൂടി ഒരു സെക്കൻഡിൽ 1 കുളം ചാർജ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വിളിക്കാൻ സാധിക്കും ദാറ്റ് ഈസ് എ 1 ആംപിയർ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് കറണ്ടിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കുളം പെർ 1 കുളം ചാർജ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, അതാണ് നമ്മൾ ബേസിക്കലി കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. നമുക്ക് അറിയാവുന്നതാണ്, ആംപിയർ ആണ് കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് വിളിക്കുന്നത്, ആംപിയർ ആണ്. ദെൻ മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചാർജ് പെർ ടൈം അല്ലെങ്കിൽ കുളം പെർ 1 സെക്കൻഡ്. സോ Q/T നമുക്ക് കറണ്ട് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. മാത്തമാറ്റിക്കലി നമുക്ക് കറണ്ടിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. I is equal to Q/T. Q എന്ന് പറയുന്നത് ചാർജ് ആണ്, T എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്, ടൈം ആണ്, സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. സോ ഇതിന്റെ എല്ലാത്തിന്റെ യൂണിറ്റ് കൂടെ മനസ്സിലാക്കുക. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ് കറണ്ടിന്റെ യൂണിറ്റ്. Q എന്താണ്? കുളമ്പാണ് Qന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. വിൽ ബി ഇൻ സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ നമ്മള് കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെ? ഒരു സെക്കൻഡിൽ കൂടി 6.24 into 10⁻18 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 കുളമ്പ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി 2 തരത്തിലുള്ള കറണ്ടുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡയറക്റ്റ് കറണ്ട്, അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ,
എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാലും ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, ഫസ്റ്റ് ഫിഗർ നോക്കുക, ഈ ഒരു ഫിഗർ നോക്കുക. 1. എന്താണ് ഡയറക്ട് കറണ്ട് എന്ന് പറയുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഇപ്പൊ പറയുന്ന പോലെ ഈ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഓക്കെ, കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്ട് കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ടി വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും ഈ ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. സപ്പോസ് ഇത് 2 ആംപിയർ ആയിരുന്നുവെങ്കിൽ ടൈം പോകുന്നതനുസരിച്ചിട്ട് ഈ 2 ആംപിയർ തന്നെയായിരിക്കും ഇവിടെ നിലനിൽക്കുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഡയറക്ട് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യാൻ സ്പെഷ്യൽ മെക്കാനിസം ഉണ്ട്, അത് ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേകിച്ച് മെക്കാനിസം ഉണ്ട്, അതിനെ സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു സർട്ടൺ മെക്കാനിസം ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ആയിട്ട് നിലനിൽക്കുകയാണ്. എന്താണ് ഈ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത്? സപ്പോസ് എനിക്ക് ഒരു 2 ആംപിയർ ആണ് എനിക്ക് ഉള്ളതെങ്കിൽ എനിക്ക് ഒരു ആപ്ലിക്കേഷന് വേണ്ടി 4 ആംപിയർ ആക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു 2 ആംപിയർ ലെവലിനെ ഒരു അപ്പർ ലെവലിലോട്ട് മാറ്റുന്നതാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്ന് വിളിക്കുന്നത്. അതിന് നമുക്ക് പല കൺവേർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബൂസ്റ്റ് പോലുള്ള കൺവേർട്ടേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സപ്പോസ് ഇത് കുറയ്ക്കണം, 1 ആംപിയറിലോട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി ബക്ക് കൺവേർട്ടേഴ്സ് പോലുള്ള കൺവേർട്ടേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതിന് സെപ്പറേറ്റ് മെക്കാനിസം ഉണ്ട്. അതുപോലെ തന്നെ എ സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസ്റ്റന്റ് ആണ് ഡി സിയിൽ പറഞ്ഞത് എങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടൈം ഇറ്റ് വിൽ ബി എ വേരിയിങ് ഇൻ നേച്ചർ. ഇറ്റ് വിൽ ബി വേരിയിങ് നേച്ചർ. വേരിയിങ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നോക്കുക, ഈ സെക്കൻഡ് ഫിഗർ നോക്കുക. ഓക്കെ, ഇത് സെക്കൻഡ് ഫിഗർ നോക്കുക. 0 എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ കറണ്ട് 0 ആയിരുന്നു. ഓക്കെ, 0 ആയിരുന്നു. ദെൻ സപ്പോസ് ഇതൊരു 1 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. 1 സെക്കൻഡ് ആയപ്പോഴേക്കും ഇത് സപ്പോസ് 2 ആംപിയർ ആണെന്ന് വിചാരിക്കുക. ഈ 0യിൽ നിന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 2 വന്നു. അഗൈൻ ഒരു 2 സെക്കൻഡ് ആയപ്പോഴേക്കും 0 വന്നു. ദെൻ 3 സെക്കൻഡ് ആയപ്പോഴേക്കും -2 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് വന്നു. സോ ഇതൊരു സിനുസോയ്ഡൽ നേച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു വേവ് ഫോം ആണ്, അല്ലെ? വിത്ത് റെസ്പെക്ട് ടു ടൈം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? സോ അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു ടൈം വേരിയിങ് നേച്ചർ എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഓൾവേസ് ഡിപെൻഡിങ് അപ്പോൺ ദ ടൈം, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഡി സി കറണ്ടിനെ നമ്മൾ ഐ എന്ന് റെപ്രസെന്റ് ചെയ്താലും ചെയ്യുകയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഐ ഓഫ് ടി എന്ന് നമ്മൾ ജനറൽ ആയിട്ട് ഡിഫൈൻ ചെയ്യാറുണ്ട്. ഓക്കെ, അനാലിസിസിന്റെ സമയത്ത് ഐ ഓഫ് ടി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. കാരണം എന്താ? ദിസ് ഐ ഈസ് ഡിപെൻഡിങ് അപ്പോൺ ടി, അല്ലെ? ഒരു ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഒരു വാല്യൂ ആയിരിക്കും, ടി ഈക്വൽ ടു 1 ആകുമ്പോൾ ഒരു വാല്യൂ ആയിരിക്കും, ടി ഈക്വൽ ടു n ആകുമ്പോൾ ഒരു വാല്യൂ ആയിരിക്കും. സോ that will be always depending upon t എന്ന് പറയുന്ന പാരാമീറ്റർ. സോ we will represent it as I of t എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി ഇതാണ് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ സി ജനറേറ്റ് ചെയ്യാൻ ഒരു സ്കീമുണ്ട്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു സ്കീമുണ്ട്, സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ഒരു സ്കീമുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു സ്കീമുണ്ട്. സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ഏതാണ് യൂസ്, ഓർ സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു മെഷീൻ നമുക്കുണ്ട്, അല്ലെ? അപ്പൊ എ സിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു മെഷീനാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് അത് സബ്ജക്ട് പഠിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സിലബസിൽ. ഓക്കെ, നമ്മൾ ഈ കറണ്ടിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അമ്മീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒരു സ്കെയില് കാണും, അതിന്റെ അകത്ത് 2 മാഗ്നറ്റ് ഇരിക്കുന്നുണ്ടായിരിക്കും. 2 മാഗ്നറ്റ് ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ നീഡിൽ ഇങ്ങനെ ഇരിക്കുന്നു, പോയിന്റ് ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ ഒരു കോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദെൻ കറണ്ട് സപ്ലൈ ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. ഇവിടെ 2 മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നു. സോ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്ററാക്ഷൻ കാരണം സ്കെയിലിൽ കൂടി പോയിന്റർ മൂവ് ചെയ്യും. ഇതാണ് ബേസിക്കലി എല്ലാ ഇൻസ്ട്രുമെന്റിന്റെയും ഒരുവിധം എല്ലാ ഇൻസ്ട്രുമെന്റിന്റെയും ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. മൈന്യൂട്ട് ആയിട്ടുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ അമ്മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ബേസിക്കലി കറണ്ട് സെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കറണ്ടിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ മനസ്സിലായി. എന്താണ് കറണ്ട് ഫ്ലോ, അത് എങ്ങനെയാണ് സംഭവിക്കുന്നതിന്റെ യൂണിറ്റ് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി, അല്ലെ? ഇനി എന്താണ് ഇ എം എഫ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്? ബേസിക്കലി ഇ എം എഫും വോൾട്ടേജും പൊട്ടൻഷ്യൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പൊ ഏറ്റവും സിമ്പിൾ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇ എം എഫ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞത്. സപ്പോസ് ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ,
അതിൽ കൂടി നമ്മുടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. ഐ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ചെയ്യാണ്. സപ്പോസ് ഈ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അത് ഫ്ലോ ചെയ്യാൻ ഒരു സർക്കംസ്റ്റൻസസ് ഉണ്ടെങ്കിലല്ലേ അവിടെ ഒരു ഫ്ലോ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ. ആ ഫ്ലോ ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ബേസിക്കലി വോൾട്ടേജ് അല്ലെങ്കിൽ EMF എന്ന് വിളിക്കുന്നത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അത് എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ, അത് ഏറ്റവും ക്ലീഷ ആയിട്ടൊരു എക്സാമ്പിൾ ആണ്. ഒരു ടാങ്ക് ഇങ്ങനെ ഇരിക്കുന്നു, ടാങ്ക് ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നൊരു പൈപ്പ് ഇങ്ങനെ ഇട്ടേക്കുന്നു. അപ്പൊ ഇതുവഴി വെള്ളം ഒഴുകണമെങ്കിൽ എന്താണ്, ഗ്രാവിറ്റി എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു ഫ്ലോ ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ ആ ഒരു ഗ്രാവിറ്റി, അതൊരു ഫോഴ്സ് ആണ്. ആ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലേ ഇവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകാൻ സാധിക്കുള്ളൂ. ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു ബോക്സിന്റെ അകത്ത് ഒരുപാട് ഇലക്ട്രോൺസിനെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുകയാണ്. എന്നിട്ട് ഒരു കണ്ടക്ടർ വഴി, ഒരു ഇലക്ട്രിക് കണ്ടക്ടർ വഴി ഒരു മറ്റൊരു പോയിന്റ് ഇങ്ങനെ വെച്ചേക്കുക. ഇവിടെ ഒന്നും ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോൺസ് നോക്കുമ്പോൾ എന്താ, ഇവന്മാര് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കൂട്ടയിടിയാണ് ഇലക്ട്രോൺസിന്റെ. അവന്മാര് നോക്കുമ്പോൾ ഇവിടെ സ്പേസ് ഉണ്ട്. സോ ഇവന്മാര് നേരെ ഈ കണ്ടക്ടർ വഴി പാസ് ചെയ്ത് ഈ ഒരു പോയിന്റിലോട്ട് വന്നു ചേരും. അതാണ് ഇപ്പൊ ഈ പാസ് ചെയ്ത് പോകുന്നതിനെ നമുക്ക് കറണ്ട് ഫ്ലോ എന്ന് വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഇനീഷ്യലി ഇവിടെ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഞാൻ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ പറയാണ്. സോ പോസിറ്റീവ് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടെ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെഗറ്റീവ് എന്ന് ഇടുകയാണ്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺസ് നോക്കുമ്പോൾ ഇവിടെ കൂട്ടയിടിയാണ്, അവന്മാർക്ക് പോകാൻ ഒരു പാത്തും ഉണ്ട്. സോ ഒരു പാത്ത് വഴി നെഗറ്റീവ് പൊട്ടൻഷ്യലോട്ട് ഇവന്മാര് ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഇനീഷ്യലി ഇവിടെ ഒരു സർട്ടൺ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ ഒരു സർട്ടൺ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇത് രണ്ടിലുള്ള ഡിഫറൻസിനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലം ഏതാണ്? നമ്മുടെ എർത്ത് ആണ്. നമ്മൾ ഗ്രൗണ്ട് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, എർത്ത് ആണ് നമുക്ക് അറിയാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി ഇപ്പൊ പറഞ്ഞു തന്ന EMF പറ്റിയാണ്. അപ്പൊ എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? നേരത്തെ നമ്മൾ പറഞ്ഞ ആ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇലക്ട്രോണിന് മോഷൻ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഒരു വർക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനേഷനും പൊട്ടൻഷ്യൽ ഡെഫിനേഷനും ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി, കുറച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഒരു വേഗമായിട്ടുള്ള ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ വേണ്ടി വരുന്ന എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡെഫിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. വോൾട്ടേജ് ഈസ് ദ energy required to move charge from one point to another. Measured in the volt. അല്ലെ, യൂണിറ്റ് എന്ന് പറയുന്ന വോൾട്ട് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടി വരുന്ന എനർജീനെയാണ് നമ്മൾ ബേസിക്കലി പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. രണ്ട് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. സോ ഇതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു. യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ VAB എന്നാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ബിക്കോസ് നമ്മൾ ഒരു ടെർമിനൽസ് എടുക്കുകയാണ്, A എന്ന് പറയുന്ന ടെർമിനൽ B എന്ന് പറയുന്ന ടെർമിനൽ എടുക്കുമ്പോൾ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നു VAB എന്ന് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നേരത്തെ അമ്മീറ്റർ പോലെ തന്നെ ഇവിടെ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ബേസിക്കലി വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് മെഷീനും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റും ആയിക്കോട്ടെ, അമ്മീറ്റർ ആവട്ടെ, വോൾട്ട് മീറ്റർ ആവട്ടെ, ചില ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്റേഴ്സ് ആവട്ടെ, എല്ലാം വർക്കിംഗ് ഓൺ കറണ്ടിനെ ബേസ് ചെയ്യാണ്. കറണ്ട് സെൻസർ ആയിട്ടാണ് നമ്മൾ കറണ്ടാണ് സെൻസ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്കെയിൽ കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ എല്ലാം ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മോഡ്യൂൾ നമ്പർ 4 സിലബസിലെ മോഡ്യൂൾ നമ്പർ 4 ഈ അമ്മീറ്ററും വോൾട്ട്മീറ്ററും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിക്കോളൂ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായിക്കോളാം. ഓക്കെ, സോ മനസ്സിലാക്കി വെക്കുക. വോൾട്ട്മീറ്റർ ആണ് ബേസിക് ആയിട്ട് വോൾട്ടേജിനെ സെൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ വോൾട്ടേജ് എന്താന്ന് മനസ്സിലാക്കി, കറണ്ട് എന്താന്ന് മനസ്സിലാക്കി, അല്ലെ? ഇനി തേർഡ് ആയിട്ട് വരുന്ന ഒരു പാരാമീറ്റർ ആണ് പവർ എന്ന് പറയുന്ന പാരാമീറ്റർ. എന്താണ് പവർ എന്ന് പറയുന്ന പാരാമീറ്റർ?
ഇപ്പൊ നിങ്ങളുടെ ഫോണിന്റെ ഒക്കെ ചാർജർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ, ഇൻപുട്ട് എന്ന് പറയുന്നത് 100 and 240 വോൾട്ട്, ഇൻപുട്ട് 1.5 ആംപിയർ, ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മേ ബി ഒരു 10 വാട്ടോ അല്ലെങ്കിൽ 33 വാട്ടോ 25 വാട്ടോ 15 വാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു എക്വിപ്മെന്റ് ഒരു ഇൻസ്റ്റന്റിൽ കൺസ്യൂം ചെയ്യുന്ന പവറിന് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ ബേസിക്കലി പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഇൻസ്റ്റന്റിൽ എത്രമാത്രം പവർ നമ്മൾ എടുക്കുന്നു അതിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഒരു ഫാൻ ആണെങ്കിൽ ആ ഫാന് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ ഇൻസ്റ്റന്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എത്രത്തോളം പവർ യൂസ് ചെയ്യുന്നു, എനർജി വേണ്ടി വരും, അതിനെയാണ് നമ്മൾ പവർ, ഇലക്ട്രിക്കൽ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു സോഴ്സ് ആണെങ്കിൽ കൊടുക്കുകയായിരിക്കും, പവർ കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു ലോഡ് ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്യുകയായിരിക്കും ചെയ്യണം. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിപ്പെൻസ് അപ്പോൺ എന്ത് ടൈപ്പ് എലമെന്റ് ആണ്. ഒരു സോഴ്സ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ നെഗറ്റീവ് സൈൻ, അതൊരു ലോഡ് ആണെങ്കിൽ നമുക്ക് അതിന്റെ പോസിറ്റീവ് സൈൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പവർ എന്ന് പറയുന്നത് എത്രമാത്രം എനർജി എക്സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മെഷറിനെയാണ് നമ്മൾ പവർ എന്നുകൊണ്ട്, ഇലക്ട്രിക്കൽ പവർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് എന്താ, വാട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ ഒരു ഫാൻ വാങ്ങിക്കാൻ പോവാണെങ്കിൽ ഇത്ര വാട്ടിന്റെ ഫാൻ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും പുതിയ ഫോണൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഇത്ര 25 വാട്ടിന്റെ ചാർജർ വേണം, അല്ലെങ്കിൽ 33 വാട്ടിന്റെ ചാർജർ വേണം, അല്ലെങ്കിൽ 45 വാട്ടിന്റെ ചാർജർ വേണം, 120 വാട്ടിന്റെ സൂപ്പർ സ്പീഡായിട്ട് ചാർജ് ചെയ്യുന്ന ചാർജേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കൺസ്യൂം ചെയ്യുന്ന എനർജി വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, സോ പവർ എന്ന് പറയുന്നത് എത്രമാത്രം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ലോഡിന് വെച്ച് പറയുമ്പോൾ എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതാണ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്. സോ എനർജി ബൈ ടൈം, ടി ഡബ്ല്യു ബൈ ടൈമിനെയാണ് നമുക്ക് അങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. എനർജി പെർ ടൈം നമുക്ക് പവർ എന്ന ഇലക്ട്രിക്കലി ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റിന് വേണ്ടി ഒരു ഡി ക്യൂ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ചാർജ്, ക്യൂ എന്ന് പറയുന്ന ചാർജ് ആണല്ലോ, ക്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് പഠിച്ചു വർക്ക് ബൈ ചാർജ് എന്ന് പറയുന്നത് എന്താ, നേരത്തെ പറഞ്ഞു ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് വേണ്ടി വരുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഡി ഡബ്ല്യു ബൈ എനർജി ബൈ ഡി ക്യൂ എന്ന് പറയുന്നത് ആണ് പൊട്ടൻഷ്യൽ വി, ആൻഡ് ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നതാണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ച കറണ്ട് ഐ. സോ പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, വി ഇൻറ്റു ഐ, ഇതൊരു ഡി സി പവറിന്റെ കേസിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ, ദാറ്റ് ഈസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേരെ മറിച്ച് ഇതിന് എ സിയുടെ കോൺസെപ്റ്റ് വരുമ്പോഴേക്കും ചെറിയൊരു ഡിഫറൻസ് ഒക്കെ സംഭവിക്കും. അതെന്താണ് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ഈ വി ഇൻറ്റു ഐ ബേസിക്കലി നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ ഇവിടെ ഒരു സോഴ്സും കൊടുത്തു, ഒരു പോസിറ്റീവ് ഡി സി സോഴ്സും കൊടുത്തു, റെസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു റെസിസ്റ്റൻസ് വരുമ്പോഴേക്കും ഫേസർ വരയ്ക്കുമ്പോൾ വോൾട്ടേജും കറണ്ടും എന്ന് പറയുന്നത് ഇൻ ഫേസിലാണ് എന്ന് പറയാൻ സാധിക്കും. ദാറ്റ് മീൻസ് രണ്ടും ഒരേ ഡയറക്ഷൻ, ഒരു ഫേസ് ആംഗിൾ ഡിഫറൻസും ഇല്ലാതെ ഒരുപോലെ ആയിരിക്കും പോകുന്നത്. നേരെ മറിച്ച് ഒരു റിയാക്റ്റീവ് കമ്പോണന്റ്, ഒരു റിയാക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ വരുമ്പോഴേക്കും വോൾട്ടേജ് എന്ന് പറയുന്നത്, വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ഫേസ് ആംഗിൾ ഡിഫറൻസ് കാണും. ഒന്നില്ലെങ്കിൽ വോൾട്ടേജ് നേരത്തെ പോകും, കറണ്ട് കുറച്ച് പതുക്കെ മാത്രമേ വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് നേരത്തെ പോകും, വോൾട്ടേജ് കുറച്ച് പതുക്കെ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ആ ഒരു ഫേസ് ഡിഫറൻസ് അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ വരും വഴിക്ക് പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു ഫേസ് ഡിഫറൻസ്, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസും കൂടെ നമ്മൾ എ സി പവർ കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മൾ എ സി പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം. സോ ഇതിനെ ഫേസ് ആംഗിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കോസും കൂടെ ഇടുന്നു, അതിനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. സോ എ സി പവർ മീൻസ് വി ഐ കോസ് ഫൈ ആയിരിക്കും. അത് എന്തൊക്കെയാണ് പിന്നീട് വരിക്കും മനസ്സിലാക്കി വെക്കുക. സോ ഒരു എ സി പവർ, സിംഗിൾ ഫേസ് എ സി പവർ എന്ന് പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഐ കോസ് ഫൈ, കോസ് ഫൈ എന്ന് പറയുന്നത് കോസ് ഓഫ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ഐ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. സോ പവറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡി സി പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്.